ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴകത്ത് ഹിറ്റ് സിനിമകളുടെ റിലീസ് കാലമാണ്. ഒട്ടനവധി ഹിറ്റ് തമിഴ് ചിത്രങ്ങളാണ് തിയേറ്ററിലേക്ക് വീണ്ടും എത്തുന്നത്. മലയാളത്തിൽ അങ്ങനെ മോഹൻലാലിന്റെ വിജയചിത്രം സ്ഫടികമാണ് പ്രധാനമായും വീണ്ടും റിലീസ് ചെയ്തത്. തിയേറ്ററുകളിൽ അത്ര വിജയമാകാതിരുന്ന മോഹൻലാൽ ചിത്രമായ ദേവദൂതൻ വീണ്ടും റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് സംവിധായകൻ സിബി മലയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് വരാനിരിക്കുന്ന സിനിമയുടെ പ്രമോഷനിടെയാണ് സിബി മലയിൽ ദേവദൂതന്റെ റിലീസിനെ കുറിച്ച് പറഞ്ഞത്. ദേവദൂതന്റെ 4K ക്വാളിറ്റി പ്രിന്റാണ് തിയേറ്ററിൽ റിലീസ് ചെയ്യുക. എന്നാൽ എപ്പോഴായിരിക്കും റിലീസ് എന്ന് സംവിധായകൻ സിബി മലയിൽ വ്യക്തമാക്കിയിട്ടില്ല. ദേവദൂതനെ ആരാധകർ കാത്തിരിക്കുന്നത് പോലെ താനും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു എന്നും സിബി മലയിൽ വ്യക്തമാക്കി. വേദിയിലുണ്ടായിരുന്ന നിർമ്മാതാവ് സിയാദ് കോക്കറും ചിത്രത്തിന്റെ റിലീസ് സന്തോഷം പങ്കുവച്ചു. അന്ന് മികച്ചതായി ദേവദൂതൻ വന്നിരുന്നു. ടെലിവിഷനിൽ എപ്പോഴൊക്കെ മോഹൻലാലിന്റെ ദേവദൂതൻ സിനിമ പ്രദർശിപ്പിക്കുമോ അപ്പോഴൊക്കെ കാഴ്ചക്കാരുണ്ടായിരുന്നു എന്നും സിയാദ് കോക്കർ അഭിപ്രായപ്പെട്ടു. പുതിയ കാലത്തും ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റിയോടെ ചിത്രം റിലീസ് ചെയ്യാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എങ്കിലും തിയേറ്ററിലേക്ക് ജനം ആകർഷിക്കപ്പെടുമോ എന്നതിൽ വ്യക്തമാകും വരെ വ്യാപകമായി എത്തിക്കാൻ ഒരു പദ്ധതിയുമില്ലെന്നും സിയാദ് കോക്കർ വെളിപ്പെടുത്തി. ദേവദൂതൻ 2000-ലാണ് പ്രദർശനത്തിന് എത്തിയത്. മോഹൻലാൽ വിശ്വാൽ കൃഷ്ണമൂർത്തിയായ ചിത്രം സംവിധാനം ചെയ്തത് സിബി മലയിലും നിർമ്മിച്ചത് സിയാദ് കോക്കറും തിരക്കഥ എഴുതിയത് രഘുനാഥ് പലേരിയുമാണ്. ജയപ്രദയും ഒരു പ്രധാന വേഷത്തിലെത്തി. സന്തോഷ് ഡി തുണ്ടിയിലായിരുന്നു ഛായാഗ്രഹണം. അക്കൊല്ലം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ദേവദൂതൻ കലാമൂല്യവും ജനപ്രിയവുമായ മികച്ച ചിത്രമായപ്പോൾ വിദ്യാസാഗർ മികച്ച സംഗീത സംവിധായകനാവുകയും എ സതീശൻ മികച്ച കോസ്റ്റ്യൂം ഡിസൈനർ ആവുകയും ചെയ്തു.